പ്രൈസ് ദി ലോർഡ്. വളരെ അനുഗ്രഹവും ശ്രേഷ്ഠകരവുമായ നല്ല ഈ സമയത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഒരിക്കൽ കൂടെ ക്രിസ്തീശ്വരന്റെ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. ഇന്ന് രാത്രിയിൽ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകിയിരിക്കുന്ന ഒരു തിരുവെഴുത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുവരികയാണ്. 48-ാം സങ്കീർത്തനം അതിൻ്റെ 14-ാമത്തെ വാക്യത്തെ അധികരിച്ചുകൊണ്ട് ചില മിനിറ്റുകൾ നമുക്ക് ഒരുമിച്ച് ദൈവ വചനത്തിൽ നിന്നും ചിന്തിപ്പാൻ പരിശുദ്ധാത്മാവിനെ കേൾക്കട്ടെ. അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: അവൻ നമ്മെ ജീവപര്യന്തം വഴി നടത്തും. അതിന്റെ പൂർണ്ണമായ വാക്യം ഇങ്ങനെയാണ്: ദൈവത്തിന്റെ സ്തോത്രം, അവൻ നമ്മെ ജീവപര്യന്തം വഴി നടത്തും. ദൈവമക്കളെ സംബന്ധിച്ചിടത്തോളം സ്വയമായി നടക്കുവാൻ വിളിക്കപ്പെട്ടവരല്ല, നമ്മെ നടത്തുവാൻ ഒരു നായകൻ നമുക്കുണ്ട്. സ്വയമായി നടക്കുക എന്ന് പറഞ്ഞാൽ ക്രിസ്തീയ ജീവിതത്തിന്റെ പാത നമ്മുടെ തോന്നി വാസത്തിൽ, അങ്ങനെയാണ് തോന്നിയ വാസത്തിലെ നമുക്ക് തോന്നിയതുപോലെ നടക്കാനല്ല ദൈവം നമ്മളെ വിളിച്ചത്. മറിച്ച് നമുക്ക് നടക്കുവാൻ, നമ്മെ നടത്തുവാൻ ഒരു നായകൻ നമ്മുടെ മുൻപിലുണ്ടാകും. പഴയ നിയമം മുഴുവൻ നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ അറിയാം, ദൈവം തന്റെ ജനത്തെ നടത്തുവാൻ ദൈവം ന്യായാധിപന്മാരെയും രാജാക്കന്മാരെയും പ്രവാചകന്മാരെയും ഒക്കെയും ദൈവം അവരെ മുൻപിൽ നിർത്തിയിരുന്നു. പ്രൈസ് ദി ലോർഡ്. വിശുദ്ധ വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു, നമ്മൾ എവിടെന്ന ഈ കർത്താവിലേക്കുള്ള വഴിയിലേക്ക് അല്ലെങ്കിൽ നായകന്റെ പുറകിലേക്ക് വന്നത്. ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 27-ാമത്തെ വാക്യം, 28ഉം 29ഉം വാക്യങ്ങൾ ചേർത്ത് വായിച്ചു കഴിഞ്ഞാൽ അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: ഇരുളിലും മരണനിലത്തിലും ഇരിക്കുന്നവർക്ക് പ്രകാശിച്ചു, നമ്മുടെ കാലുകളെ സമാധാന മാർഗത്തിൽ നടത്തേണ്ടതിന് ആ ആർദ്രകരുണയാൽ ഉദയം നമ്മെ ഉയരത്തിൽ നിന്ന് സന്ദർശിച്ചിരിക്കുന്നു. ആ വാക്യം എനിക്ക് ഭയങ്കരമായി ഇഷ്ടമായ വാക്യമാണ്. നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിന്റെ പ്രാരംഭം എപ്പോഴും നമ്മൾ ഓർക്കുന്നത് നന്നായിരിക്കും. ഒരു ദൈവവേദനെ സംബന്ധിച്ചിടത്തോളം യഹൂദനൊഴികെ ബാക്കി എല്ലാവരെയും ദൈവം അല്ലെങ്കിൽ ജാതികളുടെ അറയ്ക്കപ്പെട്ട ശപിക്കപ്പെട്ട ജാതികളുടെ കൂട്ടത്തിൽ എണ്ണപ്പെട്ടിരുന്നുവെങ്കിലും ബൈബിൾ പഠിപ്പിക്കുന്നു, ഇരുളിലും മരണനിഴലിൽ താഴ്വരയും ഇരിക്കുന്നവർക്ക് പ്രകാശിച്ചു. പ്രകാശിച്ചത് ആർക്കാണ് പ്രകാശിച്ചത്? ഇരുളിലും പാപത്തിലും നിത്യമരണത്തിലും ഇരിക്കുന്ന ജനത്തിനൊരു പ്രകാശമുണ്ടായി. ആ പ്രകാശം നമ്മുടെ കാലുകളെ സമാധാന മാർഗത്തിൽ നടത്തേണ്ടതിന്, ശ്രദ്ധിക്കൂ, യേശുക്രിസ്തു എന്ന ലോകരക്ഷകൻ, യേശുക്രിസ്തു എന്ന രക്ഷകൻ നമുക്ക് വേണ്ടി വെളിച്ചമായി ലോകത്തിൽ വന്നത് എന്തിനെന്ന് ചോദിച്ചാൽ, നമ്മെ പിന്നെയും ഇരുളിലും മരണനിഴലിന്റെ താഴ്വരയിലും കൊണ്ടുപോകാനല്ല, മറിച്ച് സമാധാന മാർഗത്തിൽ നടക്കേണ്ടതിന്. അപ്പോൾ നമ്മുടെ കാലുകൾ കർത്താവിനെ അറിയുന്നതിന് മുമ്പ് അസമാധാന മാർഗത്തിലായിരുന്നു, ഇരുളിന്റെ മാർഗത്തിലായിരുന്നു, പാതകൾ ശരിയല്ലായിരുന്നു, പ്രവൃത്തികൾ ശരിയല്ലായിരുന്നു, ജീവിതം ശരിയല്ലായിരുന്നു, ലക്ഷ്യബോധമില്ലായിരുന്നു, മരണത്തിനപ്പുറം എന്തെന്ന് ചിന്തയില്ലായിരുന്നു. ഈ ലോകത്തിന്റെ അധർമ്മികളാൽ, ഈ ലോകത്തിന്റെ പാപത്തിന്റെ കുത്തൊഴുക്കിൽ ജീവിച്ചു കൊണ്ടിരുന്ന നമ്മെ വെളിച്ചം കാണിച്ച് സമാധാന മാർഗത്തിൽ നടത്തേണ്ടതിന് ആ ആർദ്രകരുണയാൽ ഉദയം നമ്മെ ഉയരത്തിൽ നിന്ന് സന്ദർശിച്ചിരിക്കുന്നു. അതേ, ഇരുളിലും മരണനിഴലിന്റെ താഴ്വരയിലും കർമ്മത്തിലും പാരമ്പര്യത്തിലും ഹല്ലേലൂയ ജീവിതത്തിന്റെ അധാർമികയിൽ ജീവിച്ച നമ്മെ പ്രകാശം കാണിച്ചു തന്ന്, പാത ഇതാകുന്നു എന്ന് കാണിച്ചു തന്ന് നമ്മെ രക്ഷയുടെ മാർഗത്തിൽ കൊണ്ടുവന്ന ഉദയം നമ്മെ സന്ദർശിച്ചിരിക്കുന്നത്. ഉദയസൂര്യനായ ക്രിസ്തു നമ്മുടെ മുൻപിൽ നായകനായിട്ട് നിൽക്കുകയാണ്. അപ്പോ ഇരുളിന്റെ നായകൻ സാത്താനായിരിക്കുമ്പോൾ, ഇരുളിന്റെ നായകൻ പാപത്തിന്റെ പ്രവൃത്തികളായിരിക്കുമ്പോൾ, വെളിച്ചത്തിന്റെ നായകനായ നിത്യതയുടെ ഉറവിടമായ ജീവന്റെ പ്രകാശമായ യേശു ക്രിസ്തു നമുക്കിപ്പോൾ നായകനായി മുന്നിൽ നിൽക്കുകയാണ്. അപ്പോൾ നമ്മെ ജീവപര്യന്തം വഴി നടത്തുവാൻ നമുക്കൊരു നായകൻ, നമ്മെ നടത്താൻ
നമ്മെ നടത്താൻ ഒരു നായകൻ ആവശ്യമാണ്. റോമർക്കെഴുതിയ ലേഖനം 2-ാം അധ്യായം 4-ാമത്തെ വാക്യത്തിൽ വിശുദ്ധ വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു, ദൈവത്തിന്റെ ദയ നിന്നെ മാനസാന്തരത്തിലേക്ക് നടത്തുന്നു എന്ന് നീ അറിയണം. അപ്പോ എങ്ങനെയാണ് ദൈവം നമ്മളെ നടത്തുന്നത് ചോദിച്ചാൽ, ഉയരത്തിൽ നിന്ന് ഉദയം നമ്മെ സന്ദർശിച്ചു, ഇരുളിലായിരുന്നു നമ്മളെ വെളിച്ചത്തിൽ കൊണ്ടുവന്നു, സത്യമാർഗത്തിലേക്ക് കൊണ്ടുവന്നു. അപ്പോൾ ഈ ഉദയം നമ്മെ എങ്ങോട്ടാണ് നടത്തേണ്ടത്? ദൈവത്തിന്റെ ദയ നമ്മെ എങ്ങോട്ട് നടത്തണം? ദൈവത്തിന്റെ ദയ നമ്മെ മാനസാന്തരത്തിലേക്ക് നടത്തുവാനിടയായി തീരണം. ഇല്ലെങ്കിൽ ഈ വെളിച്ചത്തിലേക്ക് വന്നുകൊണ്ട് അർത്ഥമില്ല. പലരും ഞാൻ ശ്രദ്ധിക്കാറുണ്ട്, യേശു ക്രിസ്തുവിൽ വിശ്വാസത്തിൽ വന്നിട്ട് ഇപ്പോഴും പാരമ്പര്യത്തിൽ തന്നെ നിൽക്കുന്നവരുണ്ട്. കർത്താവിനെ ആരാധിക്കുന്നതിനും പഴയ പാപങ്ങൾ വിടാതെ ഇപ്പോഴും മുന്നോട്ട് പോകുന്ന പല വിശ്വാസങ്ങളും എനിക്കറിയാം. ആ ബന്ധുക്കളെ പ്രീതിപ്പെടുത്തുവാൻ, രക്തബന്ധങ്ങൾ എന്തെങ്കിലും പറയുമോ, സമൂഹം എന്തെങ്കിലും വിചാരിക്കുമോ, സമൂഹം എന്നെ ഒറ്റപ്പെടുത്തുമോ, ഇതെല്ലാം വിചാരിച്ചിട്ട് ഇരുതോണി കാൽ വെക്കുന്നത് പോലെ ഒരു കാല് വിശ്വാസികളുടെയും മറുകാല് പാരമ്പര്യങ്ങളുടെയും പഴയ പാപങ്ങളുടെയും ഇടയിൽ കൂടെ മുന്നോട്ട് പോവുകയാണ്. അതുകൊണ്ട് ബൈബിൾ വിളിച്ചു പറയുന്നത്, നീ ശീതവാനുമല്ല ഉഷ്ണവാനാകയാൽ, നീ ശീതോഷ്ണവാനാകയാൽ നിന്നെ ദൈവത്തിന്റെ വാഴ്ന്ന ഉണ്ണുകളെയും. ഒന്നുകിൽ നീ ശീതവാൻ അല്ലെങ്കിൽ ഉഷ്ണവാൻ, ഒന്നുകിൽ നീ വിശ്വാസി അല്ലെങ്കിൽ നീ അവിശ്വാസി, ഒന്നുകിൽ വിശുദ്ധിയിൽ ജീവിക്കുക അല്ലെങ്കിൽ അശുദ്ധിയിൽ ജീവിക്കുക, ഒന്നുകിൽ ക്ഷണത്തിൽ ജീവിക്കുക അല്ലെങ്കിൽ വിശുദ്ധിയിൽ ജീവിക്കുക, ഒന്നുകിൽ ദൈവത്തിനനുസരിച്ച് ജീവിക്കുക അല്ലെങ്കിൽ ഈ പാപത്തിന്റെ കുത്തൊഴുകി പോകുക. ഈ രണ്ട് തോണിയിൽ കാണിക്കുന്ന അനുഭവം മാറ്റിക്കളയുക. ഇന്ന് രാത്രിയിൽ ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുന്നു, കർമ്മയുടെ മുകൾ പരപ്പിൽ ഏലിയാവ് പറയുന്ന ഒരു ഭാഗമുണ്ട്, നിങ്ങൾ എത്രത്തോളം ഇരുതോണിയിൽ കാണിക്കും. വിശ്വാസത്തിന്റെ പാത ഇരുതോണിയിൽ പാത വെച്ചുകൊണ്ടല്ല, രണ്ട് കാലം ഉറപ്പുള്ള ക്രിസ്തു എന്ന പാറയിൽ ഊന്നിക്കൊണ്ടായിരിക്കണം വിശ്വാസ ജീവിതത്തിന്റെ മുന്നോട്ടുള്ള യാത്രകൾ. അപ്പോൾ മാനസാന്തരത്തിലേക്ക് നടത്താത്ത ഒരു അനുഭവം ഉണ്ടാകരുത് നമ്മുടെ ജീവിതത്തിൽ. മാനസാന്തരം അനിവാര്യമാണ്. കർത്താവ് പറഞ്ഞു, അല്ലല്ല, നിങ്ങൾ ഇങ്ങനെ തന്നെ നശിച്ചു പോയി. എങ്ങനെ? മാനസാന്തരപ്പെടാഞ്ഞാൽ. ബൈബിൾ പത്രോസ് പഠിപ്പിക്കുന്നു, ചിലർ താമസം എന്ന് വിചാരിക്കുന്ന പോലെ കർത്താവിന്റെ വരുമ്പോൾ താമസിക്കുന്നില്ല. ഇപ്പോൾ എല്ലാവരും മാനസാന്തരപ്പെടണമെന്ന് വെച്ച് കർത്താവ് ദീർഘക്ഷമ കാണിക്കുന്നു. അപ്പോൾ ചിലർ ചോദിക്കാറുണ്ട്, പാസ്റ്റർ, ഞാൻ മാനസാന്തരപ്പെട്ട വ്യക്തിയാണ്, ഇനി ഞാൻ മാനസാന്തരപ്പെടണോ? മാനസാന്തരം എന്ന് പറയുന്നത് ഒരു ദിവസം കൊണ്ട് തീരുന്നതല്ല, ഒരു ദിവസം കൊണ്ട് നടക്കുന്നതല്ല. ദൈനംദിന ജീവിതത്തിൽ മാനസാന്തരത്തിന്റെ പാതകളിലൂടെ മുന്നോട്ട് പോകുവാൻ സ്വർഗ്ഗത്തിലെ ദൈവം നമ്മെ ഇടയാക്കണം. അപ്പോൾ ദൈവത്തിന്റെ ദൈവം നമ്മൾ അനുഭവിച്ചെങ്കിൽ, ശുദ്ധീകരണം ലഭിച്ചെങ്കിൽ, പാപമോചനം ഉണ്ടായെന്ന് എനിക്ക് ബോധ്യമുണ്ടെങ്കിൽ, നിത്യതയെ കുറിച്ച് എനിക്ക് വളരെ ആഴമായി ദർശനം ലഭിച്ചെങ്കിൽ, എന്നെ നടത്തപ്പെടേണ്ടത് ഈ ലോകത്തിന്റെ കുത്തൊഴുക്കിലല്ല, മറിച്ച് എന്റെ വ്യക്തിപരമായ ജീവിതത്തിലെ മാനസാന്തരത്തിന്റെ തലങ്ങളിലൂടെയാണ് എന്നെ നടത്തപ്പെടേണ്ടത്. സ്തോത്രം. റോമർക്കെഴുതിയ 8-ാം അധ്യായം 14-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, ദൈവത്തിന്റെ ആത്മാവ് നടത്തുന്നു. അപ്പോ ശ്രദ്ധിച്ചോളൂ, ദൈവത്തിന്റെ ആത്മാവ് നടത്തുന്നവൻ ദൈവത്തിന്റെ ആത്മാവ് നടത്തുന്ന ഏവരും ദൈവത്തിന്റെ മക്കളാകുന്നു എന്നാണ് ബൈബിൾ പഠിപ്പിക്കുന്നത്. അപ്പോൾ ദൈവത്തിന്റെ സ്തോത്രം. ഉദയം നമ്മെ സ്പർശിച്ചു, ഇരുളിൽ നിന്ന് നമ്മൾ വെളിച്ചത്തിലേക്ക് കൊണ്ടുവന്നു. അവന്റെ ദൈവം നമ്മെ എന്ത് ചെയ്യുന്നു? മാനസാന്തരത്തിലേക്ക് നടത്തുന്നു. മാനസാന്തരത്തിലേക്ക് നടത്തുമ്പോൾ നമ്മൾ എന്തായി തീർന്നത്? നാം ദൈവത്തിന്റെ മക്കളായി തീർന്നിരിക്കുകയാണ്. ദൈവത്തിന്റെ മക്കളായി തീർന്ന ഒരു കാര്യമുണ്ട്, നമ്മെ നടത്തുന്നത് പിന്നെ നമ്മളായിരിക്കില്ല, ദൈവത്തിന്റെ ആത്മാവായിരിക്കും. ഞാൻ ഇത്രയും പറഞ്ഞ കാര്യത്തിനകത്ത് ഒരു കാര്യം പറയാം. പാപത്തിന്റെ കുത്തൊഴുക്കിൽ ജീവിച്ച നമ്മെ ദൈവം വിളിച്ചു വേർതിരിച്ചു, മാനസാന്തരത്തിന്റെ പാതകളിലൂടെ നടത്തിക്കൊണ്ടിരിക്കുന്നു. ആ ദൈവം നമ്മളെ മാനസാന്തരത്തിന്റെ പാതയിലൂടെ നടത്തുമ്പോൾ നമ്മെ നടത്തുന്നത്, നമ്മൾ പോലും അറിയാതെ നമ്മെ നടത്തുന്നത് പരിശുദ്ധാത്മാവായിരിക്കണം. പരിശുദ്ധാത്മാവ് നമ്മെ നടത്തി കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം ദൈവാത്മാവ് നടത്തുന്ന ഏവരും ദൈവത്തിന്റെ മക്കളാകുന്നു. അപ്പോൾ ദൈവത്തിന്റെ മക്കൾക്ക് സ്വന്തം ഇഷ്ടപ്രകാരം ജീവിക്കുവാൻ കഴിയില്ല. ദൈവം നമുക്ക് തന്നിരിക്കുന്ന വാഗ്ദത്തം എന്ന പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണത്തിലായിരിക്കും നമുക്ക് ഈ ലോകത്തിൽ ജീവിക്കുവാൻ കഴിയുന്നത്. അതുകൊണ്ട് രാത്രി കേൾക്കുന്ന ദൈവമക്കളോട് പറയാം, നമ്മുടെ ജീവിതത്തിന്റെ പരിപൂർണമായ 99 അല്ല 100% നാം നടക്കേണ്ടത് വചനത്തിൽ പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണത്തിൽ വേണം നാം നടക്കേണ്ടത്. പരിശുദ്ധാത്മാവിന്റെ
പരിശുദ്ധാത്മാവിന്റെ നിയമത്തിൽ നടന്നാൽ ഒരു പ്രത്യേകതയുണ്ട്. ദൈവത്തിന്റെ സ്തോത്രം. യോഹന്നാൻ സുവിശേഷം 16-ാം അധ്യായം അതിന്റെ 13-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: സത്യത്തിന്റെ ആത്മാവ് വരുമ്പോഴോ അവൻ നിങ്ങളെ സകല സത്യത്തിന് വഴി നടത്തും. അവൻ സ്വയമായി സംസാരിക്കാതെ താൻ കേൾക്കുന്നത് സംസാരിക്കുകയും വരുവാനുള്ള നിങ്ങൾക്ക് അറിയിച്ചു തരികയും ചെയ്യും. ശ്രദ്ധിക്കണമേ, ദൈവത്തിന്റെ മക്കളായി തീരുവാൻ മാനസാന്തരം അനിവാര്യമാണ്. ദൈവത്തിന്റെ മക്കളായി തീരുവാൻ സ്നാനം അനിവാര്യമാണ്. ദൈവത്തിന്റെ മക്കളായി തീരുവാൻ പരിശുദ്ധാത്മാവ് അനിവാര്യമാണ്. ദൈവത്തിന്റെ മക്കളായി തീരുവാൻ വിശുദ്ധി ആവശ്യമാണ്. ദൈവത്തിന്റെ മക്കളായി തീരുവാൻ കൂട്ടായ്മ ആവശ്യമാണ്. ദൈവത്തിന്റെ മക്കളായി തീരുവാൻ വിശ്വാസം ആവശ്യമാണ്. ദൈവത്തിന്റെ മക്കളായി തീരുവാൻ വചനം അനുസരിച്ച് മതിയാവും. അങ്ങനെയുള്ള ദൈവത്തിന്റെ ആത്മാവിൽ ജീവിക്കുമ്പോൾ ദൈവത്തിന്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നു, സത്യത്തിന്റെ ആത്മാവ് വരുമ്പോഴോ. അപ്പോൾ എന്തിനാണ് ദൈവം നമ്മെ നടത്തുവാൻ സത്യത്തിന്റെ ആത്മാവിനെ തന്നിരിക്കുന്നത്? സത്യത്തിന്റെ ആത്മാവ് നമ്മളിൽ വരുമ്പോഴോ അവ സകലത്തിലും നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. അസത്യത്തിലാണ് ജീവിച്ചുകൊണ്ടിരുന്നത്. ഇരുളിലായിരുന്നപ്പോൾ, മരണവും താഴ്വിലായിരുന്നപ്പോൾ നമ്മൾ ജീവിത അസത്യത്തിലാണ്. പക്ഷെ സത്യത്തിന്റെ ആത്മാവ് വന്നപ്പോൾ ദൈവം നമ്മൾ നടത്തുന്നത് സകല സത്യത്തിലും. അതേ രാത്രി പറയാം, ജീവിതത്തിൽ സത്യമുണ്ടാകണം. ജീവിതത്തിൽ സത്യമുണ്ടാകണം. സത്യം ആരൊക്കെ കിട്ടണമെന്ന ബൈബിൾ പഠിപ്പിക്കുന്നത്. സത്യത്തിൽ നടത്തണമെങ്കിൽ, സത്യത്തിൽ ജീവിക്കണമെങ്കിൽ ദൈവത്തിന്റെ ആത്മാവ് നമുക്ക് അനിവാര്യമാണ്. അപ്പോൾ അവിടെ രണ്ട് കാര്യങ്ങളാണ് പറയുന്നത്. ഒന്ന്, സകല സത്യത്തിലും വഴി നടത്തും. രണ്ട്, അവൻ സ്വയമായി സംസാരിക്കാതെ താൻ കേൾക്കുന്നത് സംസാരിക്കുകയും വരുവാനുള്ളത് നിങ്ങൾക്ക് അറിയിച്ചു തരികയും ചെയ്യും. എന്താ ഈ വരുവാനുള്ളത്? അപ്പൊ ഒന്ന്, സത്യത്തിൽ വഴി നടത്തും. വഴി നടത്തുമ്പോൾ വരുവാനുള്ളത് അറിയിച്ചിരിക്കും. വരുവാനുള്ളതെന്ന് പറഞ്ഞാൽ ഒറ്റ വാക്കി പറയാം, ഈ ലോകത്തിൽ ആയിരിക്കുമ്പോൾ ഒരു ദൈവവേദന എങ്ങനെ ജീവിക്കണമെന്നുള്ളത് പരിശുദ്ധാത്മാവ് നമ്മുടെ അകത്തിരുന്ന് നമ്മെ നടത്തുവാനിടയായിത്തീരും. ദൈവത്തിന്റെ സ്തോത്രം. അപ്പോൾ എങ്ങനെ വഴി നടത്തുന്നത്? 107-ാം സങ്കീർത്തനം 7-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, അവൻ അവരെ ചൊവ്വുള്ള പാതയിലൂടെ നടത്തി. അപ്പോ സകല സത്യത്തിലും ദൈവം നമ്മെ നടത്തുമ്പോൾ എങ്ങനെ നടത്തുന്നത്? സകല വഴികളും ചൊവ്വായിരിക്കും. വളഞ്ഞ വഴികളിലൂടെ യാത്ര ചെയ്യില്ല. വളഞ്ഞ ചിന്താഗതി ഉണ്ടാകുകയില്ല. സ്ട്രെയിറ്റ് ആയിരിക്കും അവന്റെ ജീവിതം. അവന്റെ ജീവിതം തുറന്ന പുസ്തകം പോലെ വായിക്കുവാൻ എല്ലാവർക്കും കഴിയും. ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ നിങ്ങളോട് തൂതു പറയാം, ദൈവാത്മാവിൽ നിറഞ്ഞു ജീവിക്കുന്ന ദൈവത്തിന്റെ മക്കളെ, സകല സത്യത്തിന് നടത്തുന്ന ദൈവത്തിന്റെ മക്കളെ ആർക്കും വായിക്കുവാൻ കഴിയും. നമുക്കറിയാം, ചിലരെ നമുക്ക് എത്ര ചിന്തിച്ചാലും ഇവളെന്താന്ന് പോലും നമുക്ക് പിടിയിട്ടത്തില്ല. എന്നാൽ സത്യത്തിൽ നടക്കുന്നവരെ, ദൈവാത്മാവിൽ നടക്കുന്നവരെ നമുക്ക് വായിക്കുവാൻ കഴിയും. കാരണം അവരെ ദൈവം നടത്തുന്നത് ദൈവത്തിന് ചുവപ്പുള്ള വഴിയിൽ കൂടിയാണ്. നമുക്കറിയാം, നമ്മൾ യാത്ര ചെയ്യുന്ന മെയിൻ റോഡുകളിലുള്ള എല്ലാ സ്ഥലങ്ങളും നമുക്ക് കാണുവാൻ കഴിയും. എന്നാൽ ഇട റോഡുകളിലൂടെ നമുക്ക് പരിചയമില്ലാത്ത വഴികളിലൂടെ പോയാൽ ആശങ്കകളാണ്. അടുത്ത് എന്താണെന്ന് അറിയാൻ പറ്റുന്നില്ല. എന്നാൽ നിയമപരമായി നമുക്ക് ഗവൺമെന്റ് അനുവദിച്ചിരിക്കുന്ന റോഡ് മാർഗങ്ങളിലൂടെ യാത്ര ചെയ്യുമ്പോൾ അവിടെ സിഗ്നലുകളുണ്ട്. അവിടെയുള്ള അപായങ്ങൾ നമുക്ക് തിരിച്ചറിയുവാൻ കഴിയും. എല്ലാം തുറന്നു കിടക്കുകയാണ്. എന്നതുപോലെ ദൈവം അനുവദിച്ചു തന്ന ദൈവത്തിന്റെ തിരുവചനത്തിലൂടെ നാം യാത്ര ചെയ്യുമ്പോൾ, ജീവിക്കുമ്പോൾ നമുക്ക് ദൈവത്തിന്റെ സ്തോത്രം നേരായ മാർഗത്തിലൂടെ നടക്കുവാൻ കഴിയും. ലോകത്തിൽ നേരായ മാർഗത്തിൽ നടക്കുന്ന ഒറ്റൊരു മാർഗമുണ്ടെങ്കിൽ അത് തിരുവെഴുത്ത് മുഖാന്തരമാണ്. ജീവിക്കുന്നവർക്ക് വേണ്ടി മാത്രമാണ്. തിരുവെഴുത്തിൽ ജീവിക്കുന്നവർക്കാണ് നേരായി നടക്കുവാൻ കഴിയുന്നത്. എത്രയെത്ര ലക്ഷക്കണക്കിന് ജനങ്ങൾ, ലക്ഷക്കണക്കിന് ആൾക്കാർ ചൊവ്വല്ലാതെ ജീവിച്ചവരെ നേരായ മാർഗത്തിലൂടെ കൊണ്ടുവന്ന ഏക മാർഗമുണ്ടെങ്കിൽ അത് യേശുവിന്റെ മാർഗമാണ്. രാത്രി പറയാം, സകല വഴികളും ചൊവ്വായി നടത്തുവാൻ ദൈവത്തിന്റെ ആത്മാവ് നമുക്ക് ആവശ്യമാണ്. ദൈവത്തിന്റെ തീരുമാനം നമ്മെ പഠിപ്പിക്കുന്നു. 23-ാം സങ്കീർത്തനം 3-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, എന്റെ പ്രാണനെ അവൻ തണുപ്പിക്കുന്നു. ദൈവത്തിന്റെ സ്തോത്രം. പരിശുദ്ധാത്മാവ് നടത്തുന്ന ഒരു വ്യക്തിയുടെ പ്രത്യേകത, അവന്റെ ജീവിതത്തിന്റെ പ്രശ്നസങ്കീർണമായ അനുഭവങ്ങളിൽ അവനെ തണുപ്പിക്കുവാൻ, അവനെ ബലപ്പെടുത്തുവാൻ പരിശുദ്ധാത്മാവ് ഉണ്ടായിരിക്കും. ഒരു സ്നേഹിതനെ പോലെ, ഒരു കരുതുന്ന വ്യക്തിയെ പോലെ പരിശുദ്ധാത്മാവ് എപ്പോഴും അവനെ തണുപ്പിച്ചുകൊണ്ടിരിക്കുന്നു. പറഞ്ഞാൽ ദൈവത്തിന്റെ സ്തോത്രം. ഏതൊരു വിഷയത്തിന്റെ മേലും പരിഹാരമുണ്ട്. നിന്റെ മുമ്പിൽ വഴി
മതിയായവനാണ്. കഴിഞ്ഞ ദിവസം ദൈവത്തിന്റെ സ്തോത്രം ഹല്ലേലൂയ എന്നെ ചിന്തിപ്പിച്ചൊരു വിഷയമാണ്. ഹല്ലേലൂയ, നമ്മെ നടത്തുന്നത് ദൈവത്തിന്റെ ആത്മാവാണെങ്കിൽ നാം നടക്കുന്നത് നീതിപാതകളിലായിരിക്കും. നമ്മുടെ പാതയിൽ അനീതി ഉണ്ടായിരിക്കുകയില്ല. നമ്മുടെ പാതയിൽ അനീതി ഉണ്ടായിരിക്കുകയില്ല. അനീതി കണ്ടാൽ തിരിച്ചറിയുവാൻ തീരും. ഞാൻ വിഷയത്തിലേക്ക് വരട്ടെ. ദൈവത്തിന്റെ സ്തോത്രം ഹല്ലേലൂയ. അപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ മേൽ വരുമ്പോൾ ദൈവത്തിന്റെ സ്തോത്രം ദൈവം നമ്മളെ എന്ത് ചെയ്യും? ആവശ്യമായ മക്കളാക്കി തീർക്കുന്നു. ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ ചൊവ്വയുള്ള വഴി നടത്തുന്നു, പ്രാണനെ തണുപ്പിക്കുന്നു, നീതിപാതകൾ നടത്തുന്നു. അതുകൊണ്ട് ഞാൻ മറ്റൊരു കാര്യം കൂടെ പറയാം. ആവർത്തന പുസ്തകം 32-12 വാക്യത്തിൽ വിശുദ്ധ വേദപുസ്തകം പഠിപ്പിക്കുകയാണ്, യഹോവ തനിയെ അവരെ നടത്തി, അവനോടുകൂടെ അന്യ ദൈവം ഉണ്ടായിരുന്നില്ല. വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു വാക്യമാണ്. പല പ്രാവശ്യം ഞാൻ ഈ വാക്യം പ്രസംഗിച്ചിട്ടുണ്ട്. ഈ രാത്രി ഞാൻ ഒന്നുകൂടെ പറയാം. ദൈവം നടത്തുന്ന ഒരുവന്റെ ഇടയിൽ അന്യ ദൈവം ഉണ്ടായിരിക്കില്ല. ഈ അന്യ ദൈവം എന്നൊക്കെ പറയുമ്പോൾ ദൈവത്തിന് നമ്മൾ പെട്ടെന്ന് ഓടിപ്പോകുന്നത് ഹൈന്ദവ സഹോദരങ്ങളൊക്കെ ആരാധിക്കുന്ന വിഗ്രഹങ്ങളെയാണ് നാം വേഗത്തിൽ നമ്മുടെ ചിന്തയുണ്ടാകുന്നത്. അതൊരു ഭാഗമാണ്. പഴയ ദൈവത്തിൽ വിശുദ്ധ ജനമായ ഇസ്രായേൽ ജനം ദൈവത്തെ വിട്ട് ദൈവത്തിന്റെ സ്തോത്രം അന്യ ദൈവങ്ങളുടെ പുറകെ, ജാതീയ ദൈവങ്ങളുടെ പുറകെയൊക്കെ പോയിട്ടുണ്ട്. എന്നാൽ പുതിയ നിയമസഭ അത്രത്തോളം ഒക്കെ പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാര്യങ്ങൾ നടത്തുന്ന ദൈവമാണ്. പക്ഷേ ഈ ലോകത്തിൽ ദൈവം ഇരിക്കേണ്ട ഹൃദയത്തിനകത്ത് ലോകമോഹങ്ങളെ കയറ്റിക്കഴിഞ്ഞാൽ അത് അന്യാരാധനയ്ക്ക് തുല്യമാണ്. ബൈബിൾ പഠിപ്പിക്കുന്നു, യഹോവ തനിയെ അവരെ നടത്തി, ദൈവം തനിയെ അവരെ നടത്തി. അവർക്ക് ഇടയനായി, അവർക്ക് നേതാവായി, നായകനായി ദൈവം അവരെ നടത്തി. അതുകൊണ്ട് എന്തെന്നറിയാമോ? അന്യ ദൈവം അവർക്കുണ്ടായിരുന്നില്ല. ദൈവമക്കളെ, ക്രിസ്തീയ ജീവിതത്തിനകത്ത് ദൈവത്തിന്റെ സ്തോത്രം ഇതുപോലത്തെ അന്യ ദൈവങ്ങൾ കുടിയിരിക്കുന്ന എത്രയോ മേഖലകളുണ്ട്. ഒരു പക്ഷേ ദൈവത്തിന്റെ സ്തോത്രം താങ്കൾ നല്ല ആത്മീക ശുശ്രൂഷകനായിരിക്കാം, താങ്കൾ നല്ലൊരു ഈടുറ്റ വിശ്വാസിയായിരിക്കാം. ദൈവത്തിന്റെ സ്തോത്രം. ഒരു കാര്യം പറയാ, താങ്കളുടെ ക്രിസ്തീയ ജീവിതത്തിനകത്ത് തന്റെ ആരാധന പുരുഷൻ യേശുവാണോ അല്ലയോ താങ്കളുടെ പ്രസ്ഥാനത്തിന്റെ നേതാക്കന്മാരാണോ? സ്തോത്രം. താങ്കൾ നല്ലൊരു ഈടുറ്റ വിശ്വാസിയായിരിക്കാം. താങ്കളുടെ നായകൻ യേശുവാണോ അല്ല സഭയുടെ പാസ്റ്ററാണോ? താങ്കൾ ആത്മാവിൽ നിറഞ്ഞിരിക്കുന്ന ഒരു വിശ്വാസിയായിരിക്കാം. ഏതെങ്കിലും പ്രവാചകന്മാരാണോ, അപ്പോസ്തലന്മാരാണോ, ഉണർവുരാസന്യന്മാരാണോ? ആരാണ് നിങ്ങളുടെ ദൈവം? നിങ്ങളുടെ ജീവിതത്തിലെ ദൈവം ആരാണ്? അന്യ ദൈവത്തെ പെന്തക്കോസ്തുകാരുടെ ഇടയിൽ നിന്ന് മാറ്റേണ്ട സമയമായി. ഇന്ന് നിരവധി പാസ്റ്റർമാരെ ആരാധിക്കുന്ന നിലവാരത്തിലായിത്തീർന്നു. പാസ്റ്റർമാരുടെ ഭക്തന്മാരായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഇന്നത്തെ കാലം. പെന്തക്കോസ്ത് ഭക്തന്മാരായി മാറിക്കൊണ്ടിരിക്കും. ഞാൻ പെന്തക്കോസ്തുകാരൻ തന്നെയാണ്. ഞാനിത് പറയുന്ന കാര്യം, നമ്മുടെ ജീവിതത്തിനകത്ത് നിന്ന് അന്യ ദൈവങ്ങളെ പുറത്താക്കണം. യേശുവിന് ഇടം കൊടുക്കേണ്ട സ്ഥാനത്ത് ദൈവത്തിന്റെ സ്തോത്രം ഹല്ലേലൂയ നാം കയറ്റി വെച്ചിരിക്കുന്ന, പൂജിക്കുന്ന ചില ബിംബങ്ങൾ, ചില പ്രസ്ഥാനങ്ങൾ, ചില വിഗ്രഹങ്ങൾ ഇന്ന് രാത്രി ഉടച്ചു കളയുവാൻ നീ തയ്യാറായാൽ എന്റെ ദൈവത്തിന്റെ വലിയ കരത്തിന്റെ വെളിപ്പെടുന്നത് കാണുവാൻ കഴിയും. യഹോവ അവന് തനിയെ നടത്തി, അവനോട് കൂടെ അന്യ ദൈവം ഉണ്ടായിരുന്നില്ല. ഈ രാത്രി ഞാൻ ആത്മാവിൽ വിളിച്ചു പറയട്ടെ, അശുദ്ധി, ജനമോഹങ്ങൾ, ജനചിന്തകൾ, ഹല്ലേലൂയ, ഈ ലോകത്തിന്റെ മോഹങ്ങൾ ഒരു വിഗ്രഹം പോലെ നമ്മുടെ ജീവിതത്തിന്റെ ഉള്ളിൽ പ്രതിഷ്ഠിച്ചിരിക്കുകയാണോ? ഇന്ന് രാത്രി വചനമെന്ന ചുറ്റികൾ കൊണ്ട് അതിനെ അടിച്ചുടച്ച് പുറത്തു കളയുവാൻ പരിശുദ്ധാത്മാവിൽ ഇന്ന് രാത്രി വിധേയപ്പെട്ടു കൊടുത്താൽ ദൈവം നമ്മളെ മുന്നോട്ട് നടത്തുവാനിടയായിത്തീരും. ഞാൻ വേഗത്തിൽ വരട്ടെ. ദൈവം നമ്മെ തനിയെ നടത്തുവാൻ ആഗ്രഹിക്കുന്നു. ദൈവത്തിന്റെ കൈക്കീഴിൽ ആണായി ദൈവം നമ്മെ നടത്തുവാൻ ആഗ്രഹിക്കുന്നു. നമ്മെ നടത്തുമ്പോൾ നമുക്ക് നീതിപാതകൾ നടക്കണം. നാം നടക്കുമ്പോൾ ദൈവത്തിന്റെ ചുമയുള്ള വഴി നടക്കണം. അതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ഞാൻ പറയാം, ദൈവം നമ്മളെ നടത്തുന്നത് ഏതുവരെയാണ്? നമ്മൾ വായിച്ച വാക്യത്തിലേക്ക് വരാം. അവൻ നമ്മെ ജീവപര്യന്തം വഴി നടത്തും. ഒരു പക്ഷേ താങ്കൾ നിൽക്കുന്ന പ്രസ്ഥാനത്തില് നേതാക്കന്മാർ അവരുടെ ഭരണകാലം തീരുമ്പോൾ അവർ വീട്ടിലേക്ക് പോകാം. എന്നാൽ നിന്നെ വിളിച്ചിറക്കിയ ദൈവം വിശ്വസ്തനാണ്. അവൻ നിന്നെ അന്ത്യത്തോളം നടത്തുവാൻ ശക്തനാണ്. ഇന്ന് രാത്രി പഴയ നിയമ ഭക്തന്മാർ, പുതിയ നിയമ ഭക്തന്മാർ അവർ ആശിച്ചതും ആഗ്രഹിച്ചതും അവർ അനുകരിച്ചതും എല്ലാ വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശു
അതുകൊണ്ട് രാത്രി ഞാൻ പറയാം, നമ്മെ ജീവപര്യന്തം വഴി നടത്തുന്ന കർത്താവിന്റെ കരങ്ങളിൽ ഇന്ന് രാത്രി നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. ഏതുവരെയാണ് നമ്മൾ നടത്തുന്നത്? ജീവപര്യന്തം അവൻ നമ്മെ വഴി നടത്തും. ഹല്ലേലൂയ. നമ്മെ നടത്തുവാൻ അവൻ നമ്മുടെ കൂടെയുണ്ട്. ഈ രാത്രി വിശ്വസിക്കാൻ കഴിയുമോ? നമ്മുടെ ഭൗതിക വിഷയങ്ങൾ, നമ്മുടെ ആത്മീയ വിഷയങ്ങൾ, നമ്മുടെ ശുശ്രൂഷ മേഖലകൾ മുൻപോട്ട് പോകുവാൻ അവൻ ഗമിക്കുവാൻ കഴിയാതെ തടയുന്ന സകല മേഖലകളിൽ തകർത്തുകൊണ്ട് ജയോത്സവമായി മുന്നോട്ട് പോകുവാൻ അവൻ നമ്മളെ വഴി നടത്തുവാൻ, നമ്മുടെ മരണം വരെയില്ല നിത്യത എത്തുവരെയും നമ്മെ വഴി നടത്തുവാൻ, ജീവപര്യന്തം വഴി നടത്തുവാൻ നമ്മുടെ കർത്താവ് മതിയായവനെന്ന് ഉറച്ചു വിശ്വസിക്കുവാൻ ഇന്ന് രാത്രി നമുക്ക് കഴിയണം. പൗലോസ് പറഞ്ഞു, ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന്, അവൻ എന്റെ ഉപനിധി, അവൻ എന്നെ അന്ത്യത്തോളം വഴി നടത്താൻ ശക്തൻ. ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. ഇന്ന് രാത്രി പലപ്പോഴും ക്രിസ്തീയ ജീവിതത്തിന്റെ ഭാരങ്ങൾ, പ്രയാസങ്ങൾ, ഇല്ലായ്മകൾ, ഞെരുക്കങ്ങൾ, ബുദ്ധിമുട്ടുകൾ ഏറി വരുമ്പോൾ ഒരുപക്ഷേ ദൈവത്തിന്റെ സ്തോത്രം അവിശ്വാസത്തിന്റെ കണങ്ങൾ വളർന്ന് പന്തലിച്ചൊരു മരം പോലെ വടവർഷം പോലെ നമ്മുടെ ജീവിതത്തിൽ ഉയർന്നു വരാം. അതിനെ വചനം കൊണ്ട് വെട്ടി അവൻ ഞാൻ വിശ്വസിച്ചത് ആരെയെന്നും അവൻ എന്നെ അന്ത്യത്തോളം നടത്തുവാൻ അവൻ എന്റെ ഉപനിധിയെന്നും ഞാൻ ഉറച്ചിരിക്കുന്നു. പൗലോസിന്റെ വാക്കുകളിൽ ഇന്ന് രാത്രി ഹൃദയത്തിനകത്ത് ഇന്ന് രാത്രി വിത്ത് പോലെ പാകി അതിനെ വളർത്തുവാൻ, ആ വചനത്തെ വളർത്തിയെടുക്കുവാൻ ഇന്ന് രാത്രി തയ്യാറാകണം. ദൈവത്തിന്റെ സ്തോത്രം. ജീവിതത്തിന്റെ പന്താവിൽ പ്രതികൂലങ്ങളേറുമ്പോൾ നമ്മെ നടത്തുന്ന ഒരു കർത്താവുണ്ട്. ദൈവത്തിന്റെ സ്തോത്രം. 48-ാം സങ്കീർത്തനം 14-ാമത്തെ വാക്യത്തിൽ ദൈവത്തിന്റെ സ്തോത്രം, ഹല്ലേലൂയ, പറയപ്പെട്ട വാക്കിന്റെ ആ വചനത്തിന്റെ ദൂത് ഏറ്റെടുത്തൊരു മനുഷ്യനായിരുന്നു പൗലോസ്. അവൻ പറയുന്നു, ഞാൻ ആരെയും വിശ്വസിച്ചിരിക്കുന്നു, അവൻ എന്റെ ഉപനിധി, അവൻ എന്റെ അന്ത്യത്തോളം വഴി നടത്താൻ ശക്തനെന്ന് ഞാൻ അറിയുന്നു. ഇന്ന് രാത്രി നമുക്ക് അവനെ ഭുജിക്കുവാൻ, അവനെ നന്നായി മനസ്സിലാക്കുവാൻ, അവന്റെ സമയം നമ്മളെ തന്നെ വിധേയപ്പെട്ടു കൊടുക്കുവാൻ ഈ രാത്രി നമുക്ക് നമ്മളെ തന്നെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാം. ഇന്ന് രാത്രി അവൻ നമ്മുടെ വഴി നടത്തും. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവിന്റെ നിറവിൽ ഞാൻ ആത്മാവിൽ ഒരു ദൂത് വിളിച്ചു പറയാം. ഈ പ്രതികൂല സാഹചര്യങ്ങളിൽ എത്രയോ കരങ്ങളിലൂടെ, എത്രയോ വ്യക്തികളിലൂടെ ദൈവം നമ്മളെ നടത്തിയില്ലേ? സാമ്പത്തികം തന്നില്ലേ? ആഹാരം തന്നില്ലേ? സൗഖ്യം തന്നില്ലേ? പ്രതികൂലങ്ങൾ വന്നപ്പോൾ ദൈവം നമ്മളെ പിടിച്ചു നിർത്തിയില്ലേ? വിശ്വാസത്തിൽ പുറകോട്ട് പോകേണ്ട സ്ഥാനങ്ങളിൽ അവൻ നമ്മളെ നടത്തിയില്ലേ? നമുക്ക് പ്രാർത്ഥനകളുണ്ടായിരുന്നിട്ടും നമ്മുടെ വിശ്വസ്തതയിൽ അവിശ്വസ്തതകൾ വന്നപ്പോഴും ദൈവവചനം അനുസരിക്കാതിരുന്നപ്പോഴും കർത്താവിന്റെ ആ നടത്തിപ്പ് നമ്മളെ വിട്ടു പോയിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. നമുക്ക് ഇസ്രായേൽ ജനത്തെ കുറിച്ച് നമുക്കറിയാം. അവൻ പലപ്പോഴും ദൈവത്തോട് പൊരുത്തപ്പോൾ, ദൈവത്തോട് പാപം ചെയ്തപ്പോൾ, ദൈവത്തെ വിട്ട് അന്യ ദൈവങ്ങളുടെ പുറകെ പോയപ്പോഴും ദൈവം തന്റെ കരുതലുകൾ അവന് കുറച്ചില്ല. ദൈവം ഒട്ടും കുറച്ചില്ല. ദൈവം എല്ലാം കൃത്യസമയങ്ങളിൽ അവന് വേണ്ടി ഒരുക്കി കൊടുത്തു. അപ്പോൾ ആരായിരുന്നു കുറ്റക്കാരൻ? ഇസ്രായേൽ ജനമായിരുന്നു. അതേ ദൈവങ്ങളെ രാത്രി ദൈവം ഒരിക്കലും കുറ്റക്കാരനല്ല. കർത്താവ് ഒരിക്കലും കുറ്റക്കാരൻ, അവൻ നല്ലവൻ മാത്രമാണ്. നമ്മുടെ ജീവിതത്തിന്റെ ഏത് മേഖലയിലും അവൻ നല്ലവൻ മാത്രമാണ്. അവൻ എപ്പോഴും നമ്മെ വഴി നടത്തുന്നവനാണ്. പക്ഷെ നമ്മുടെ ജീവിതത്തിൽ എവിടെയെങ്കിലും ഈ നായകനെ വിട്ട് അന്യമോഹത്തിന്റെ പുറകെ ജീവിതത്തെ നയിച്ചുകൊണ്ടിരിക്കുന്നുവെങ്കിൽ രാത്രി ഹൃദയത്തിനകത്ത് സ്ഥാപിച്ചിരിക്കുന്ന വിഗ്രഹങ്ങളെ ഉടച്ചു കളഞ്ഞ് കർത്താവിനെ യഥാർത്ഥമായി വചനത്തെ ഹൃദയത്തിൽ കുത്തി നിറച്ച് ജീവിതത്തിൽ ആവശ്യമായ പ്രത്യാശയും മുന്നോട്ട് ജീവിപ്പാൻ കർത്താവിന്റെ കൈകളിൽ ഏൽപ്പിച്ചു കൊടുക്കണം. ഇന്ന് രാത്രി ദൈവത്തിന്റെ സ്തോത്രം നിത്യത എത്തുവരെയും നമ്മെ പരിപാലിക്കും. ജീവപര്യന്തം നമ്മെ കൈപിടിച്ചു നടത്തുന്ന സ്വർഗത്തിലെ ദൈവം. ഇന്ന് രാത്രിയിൽ ആ ദൈവത്തിന്റെ പുറകെ യാത്ര ചെയ്യുവാൻ പിന്നെയും ദൈവം നമ്മളെ ശക്തീകരിക്കുമാറാകട്ടെ. അവൻ നമ്മെ ബലപ്പെടുത്തുമാറാകട്ടെ. ദൈവത്തിന്റെ സ്തോത്രം. ഒന്നുകൂടെ ഞാൻ ആ ഭാഗങ്ങൾ എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നു. ഇരുളിൽ ജീവിച്ചാൽ, ഹല്ലേലൂയ, മരണനിഴലിൽ കീഴ്ചിരിക്കുന്ന നമ്മെ വെളിച്ചം, ആമേൻ, നായകൻ യേശു, ജീവപര്യന്തം വഴി നടത്തുന്നവൻ നമുക്ക് മുൻപിൽ വന്നു. അവൻ നമ്മളെ മാനസാന്തരത്തിലേക്കും നീതിപാതയിലേക്കും, ഹല്ലേലൂയ, ഹല്ലേലൂയ, ചൊവ്വായ വഴികളിലേക്കും ദൈവത്തിന്റെ സ്തോത്രം അവൻ നീതിപാതകളിൽ അവൻ നമ്മെ നടത്തി നിത്യതയെത്തുന്നത് വരെ നമ്മെ പരിപാലിക്കുവാൻ അവൻ ശക്തനാണ്. ഈ രാത്രി അവന്റെ കരങ്ങളിൽ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. ജീവപര്യന്തം വഴി നടത്തുന്ന ദൈവത്തെ നമുക്ക് ആഴമായി വിശ്വസിക്കാം. ഈ രാത്രി എവിടെയെങ്കിലും അവിശ്വസ്തതകൾ വന്നിട്ടുണ്ടെങ്കിൽ, വിശ്വാസം കുറവ് വന്നിട്ടുണ്ടെങ്കിൽ, ദൈവത്തോട് അവിശ്വസ്തതകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ഏൽപ്പിച്ച കാര്യങ്ങളിൽ കൃത്യമായ
നിലവാരം പുലർത്തുവാൻ കഴിഞ്ഞില്ലെങ്കിൽ രാത്രി നമുക്ക് സമർപ്പിക്കാം. കർത്താവേ, ജീവപര്യന്ത വഴി നടത്തുന്ന കർത്താവ് ഇപ്പോഴും എന്നെ വിട്ടു പോയിട്ടില്ല. പലപ്പോഴും ഞാൻ അവിടെ ദൈവത്തിൽ നടന്നു പോകുന്നു, എന്നെ ഒന്ന് സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞ് ദൈവത്തിന്റെ കൈകളിൽ രാത്രി കേൾപ്പിച്ചു കൊടുക്കാം. ഒരു നിമിഷം രാത്രി